കൂട്ടുകാരെ, ഞങ്ങൾ കൽപ്പറ്റ ഫ്ലവർ ഷോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോയതായിരുന്നു. മിലൂട്ടി ഇതാ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എന്തൊക്കെയോ പറയുകയാണേ. നിച്ചു ആണെങ്കിൽ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് മറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഞങ്ങളിതാ അബു സലീമിൻ്റെ ഹോട്ടലിൻ്റെ മുമ്പ് കൂടിയാണ് പോകുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഫ്ലവർ ഷോ നടക്കുന്ന സംഭവത്തിൻ്റെ ഉള്ളിൽ കയറി. ഒരുപാട് പൂക്കളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയ അന്ന് കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പല ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്കിതിൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല കേട്ടോ. ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ആകെ ഡാലിയ, റോസ് അങ്ങനെ കുറച്ച് പൂക്കളുടെ പേര് മാത്രമേ അറിയുള്ളൂ. പല ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ ഇതെല്ലാം കണ്ട് അങ്ങനെ പണ്ട് ഒരു നോക്കുമ്പോൾ ഒരു പ്ലാവിൽ കുറേ ലൈറ്റൊക്കെ ആയിട്ട് അലങ്കരിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. നിച്ചുവിന് വിശക്കുകയെന്ന് പറഞ്ഞിട്ട് പോപ്കോൺ വാങ്ങിക്കൊടുത്തു. മീലൂട്ടി നിച്ചുവും കൂടി അത് കഴിച്ചു. പിന്നെ എന്തൊക്കെയോ വെള്ളത്തിൽ എന്തൊക്കെയോ ലൈറ്റും അങ്ങനെയൊക്കെ കൂടിയിട്ട് മ്യൂസിക്കൊക്കെ വെച്ചിട്ട് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ട് പിന്നെ ഡാലിയേൻ്റെ അടുത്തെത്തി. ഡാലിയ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പക്ഷെ ഒരുപാട് വലിയ ഡാലിയൊന്നും അല്ലായിരുന്നു, ചെറിയ ഡാലിയൊക്കെ ആയിരുന്നു. പിന്നെ ഇതാ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ സ്റ്റാളുകളുടെ അടുത്തെത്തി. ഇത് പണ്ടത്തെ മിഠായിയാണ് കേട്ടോ. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള കിട്ടുന്ന പോലത്തെ മിഠായികളാണ്. പഴയ നൊസ്റ്റാൾജിക് ഫീലാണിത് കാണുമ്പോൾ. അങ്ങനെ അതൊക്കെ കണ്ട് അത് ഞങ്ങൾ കുറച്ച് വാങ്ങി കേട്ടോ. പിന്നെ അതിന് ശേഷം വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ് അതൊക്കെ വിൽക്കുന്ന സ്റ്റാളിൻ്റെ അടുത്ത് എത്തി. അവിടെ ഞങ്ങൾ കുറച്ച് വിത്തൊക്കെ വാങ്ങി കേട്ടോ. വാളരങ്ങപ്പയർ അല്ലെങ്കിൽ കത്തിപ്പയർ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ വിത്ത് സാധാരണ എവിടെയും കിട്ടാറില്ല, പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ വിത്തെല്ലാം വാങ്ങി കേട്ടോ. പൂക്കളുടെ ഐറ്റംസ് ഒന്നും തന്നെ വാങ്ങിയില്ല. വഴുതനേൻ്റെ വിത്ത് വാങ്ങി. പിന്നെ ഞങ്ങൾ നേരെ ബുക്ക് സ്റ്റാളിൻ്റെ അടുത്ത് വന്ന് കുറച്ച് ബുക്കൊക്കെ വാങ്ങി കേട്ടോ. അങ്ങനെ മിലൂട്ടിക്കും വാങ്ങിക്കൊടുത്തു, നിച്ചുവിനും ബുക്കൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ ഞങ്ങൾ ഒരുപാട് സ്റ്റാളുകളുണ്ട്, തുണീൻ്റെ, ചെരുപ്പ് അങ്ങനെയൊക്കെ. പിന്നെ ഇതാ സ്ലൈസർ വാങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ സ്ലൈസർ പൊട്ടിപ്പോയായിരുന്നു. എന്നാൽ പിന്നെ ഈ സ്ലൈസർ വാങ്ങാമെന്ന് വിചാരിച്ചു. 250 രൂപയാണ്. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ നല്ല സ്ലൈസറായിരുന്നു കേട്ടോ. നല്ല ബലമുള്ള നല്ല സ്ലൈസറായിരുന്നു. എന്തായാലും അത് ഒരെണ്ണം വാങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി. ഫുഡ് കോർട്ടിൽ പോയി കഴിഞ്ഞപ്പം അവിടെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ വാങ്ങിയൊന്നുമില്ല. അങ്ങനെ ഇതാ ഗെയിംസൊക്കെ നടക്കുന്ന ആ ഭാഗത്തേക്ക് വന്നു. പിന്നെ എന്തൊക്കെയോ ഊഞ്ഞാലുകളോ കറങ്ങുന്ന പമ്പരോ അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ വന്ന് മിലൂട്ടി 1-2 കയറി കേട്ടോ. ഈ സംഭവമൊന്നും ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. വർക്ക് ചെയ്യാൻ തുടങ്ങി, പക്ഷേ ആളുകൾ വളരെ കുറവായതുകൊണ്ട് അതിലാരും തന്നെ ഇല്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ട്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ട്രെയിനിൽ കയറി. പിന്നെ മിലൂട്ടി ഇതിലൊക്കെ കയറി. അവൾ ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേറെ കുട്ടികളും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല മഴയായിരുന്നു ഞങ്ങൾ പോയെന്ന്, അതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ മിലൂട്ടിയും നിച്ചുവും കൂടെ ട്രെയിനിലൊക്കെ കയറി. എനിക്ക് ഒറ്റയ്ക്ക് അവരെ വിടാനൊരു പേടിയുണ്ടായിരുന്നു, പക്ഷേ നിച്ചു നന്നായിട്ട് മുറുക്കെ പിടിച്ചു. അവർ രണ്ടും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു. ഓക്കെ, ബൈ.